ക്രിസ്തു കുരിശിൽ ചിന്തിയത് രക്തവും വെള്ളവും മാത്രമല്ല, സ്വന്തം ആത്മാവിനെ കൂടെയാണ്. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നോമ്പുകാലം 5-ാം ഞായർ. സഭാമാതാവ് നമ്മുടെ വചന വിചിന്തന വിഷയമായി നൽകുക യോഹന്നാന്റെ സുവിശേഷം, ക്രിസ്തു ജീവന്റെ അരുവി. സ്നേഹമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം സ്നേഹത്തിൻ്റെ സുവിശേഷമായിട്ട് നാം കണക്കിലെടുക്കുന്നതാണ്. അതിലേറ്റവും സ്നേഹം പ്രതിപാദിക്കുന്ന വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വചന വിചിന്തന വിഷയം. ക്രിസ്തു ജീവന്റെ അരുവി. ജീവൻ നൽകുന്നത് ക്രിസ്തുവാണ്. ദൈവത്തിൽ നിന്നാണ് നാം ജീവൻ സ്വീകരിക്കുന്നത് എന്നുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷം. നാം നോമ്പുകാലത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നാം ദുഃഖ വെള്ളിയാഴ്ചയും ഈസ്റ്റർ ഞായറാഴ്ചയും എല്ലാം ആഘോഷിക്കും. ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യങ്ങളെ അനുദിന ധ്യാന വിഷയമാക്കുന്ന ഈ നോമ്പുകാലത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഏറ്റവും കൂടുതലായി എടുത്തു കാണിക്കുന്ന, പ്രതിപാദിക്കുന്ന ഏതാനും ചില രംഗങ്ങളാണ് ദുഃഖ വെള്ളിയാഴ്ച നാം ധ്യാനിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ക്രിസ്തുവിൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി എന്ന് സുവിശേഷകന്മാർ നമ്മോട് പ്രതിപാദിക്കും. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം, പ്രത്യേകിച്ച് ഇന്നത്തെ സുവിശേഷ ഭാഗം നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുക, യേശു ചിന്തിയ തിരുരക്തവും തിരുജലവും എനിക്കും നിങ്ങൾക്കും ജീവൻ നൽകുന്നവയായിരുന്നു എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മോട് പ്രതിപാദിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ജീവന്റെ ജലവും ഞാൻ ലോകത്തിൻ്റെ പ്രകാശവുമാണ് എന്ന് യോഹന്നാൻ പറയുമ്പോൾ ദൈവശാസ്ത്രജ്ഞന്മാർ പറയുക ഇപ്രകാരമാണ്: ക്രിസ്തു കുരിശിൽ ചിന്തിയത് രക്തവും വെള്ളവും മാത്രമല്ല, സ്വന്തം ആത്മാവിനെ കൂടെയാണ്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ വിലാപ്പുറത്ത് നിന്ന് ചിന്തിയ തിരുരക്തവും തിരുജലവും കാഴ്ചയില്ലാത്തവൻ്റെ കണ്ണുകളിലേക്ക് പതിച്ചപ്പോൾ അവന് വെളിച്ചം കിട്ടി. നമ്മുടെ പാപങ്ങൾക്ക് രക്ഷയായി ക്രിസ്തു രക്തവും ജലവും ചിന്തുമ്പോൾ നമുക്ക് ആത്മാവിനെ നേടിത്തരുന്ന ക്രിസ്തുവിനെയാണ് നാം അവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൈവശാസ്ത്രജ്ഞർ പറഞ്ഞു വയ്ക്കുക, ക്രിസ്തു ചിന്തിയത് രക്തവും ജലവും മാത്രമല്ല, രക്തവും ജലവും ആത്മാവുമാണ്. സ്നേഹമുള്ളവരെ, ഈ നോമ്പുകാലത്തിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങൾ ധ്യാനിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ ധ്യാനിച്ചിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് പകർന്നു തന്ന ഈ ജീവനും പ്രകാശവും മറ്റുള്ളവരിലേക്ക് പകരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ക്രിസ്തുനാഥൻ നമുക്ക് മാതൃകയായി നമ്മുടെ മുൻപിൽ കുരിശിൻ ചുമന്നുകൊണ്ട് നീങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ ലോകത്തിൽ എൻ്റെയും നിങ്ങളുടെയും പ്രകാശവും ആത്മാവും ജീവനും ലഭിക്കേണ്ട ഒത്തിരി ആത്മാക്കൾ ഈ ലോകത്തിലുണ്ട്. അവരുടെ അടുക്കലേക്ക് ക്രിസ്തു മക്കളായി, ക്രിസ്തു സഹോദരരായി, ക്രിസ്തുവിൻ്റെ ശിഷ്യരായി നമുക്കും ക്രിസ്തുവിനെ പിൻചെല്ലാം. വിമോചക ക്രിസ്തു നമുക്കതിനായുള്ള അനുഗ്രഹം നൽകട്ടെ. ആമേൻ.